പുതുകുർശിക്കാവിലെ അയ്യപ്പ എൻ മനോമുകുരത്തിൽ തെളിയേണമേ. പുതുകുർശിക്കാവിലെ അയ്യപ്പ എൻ മനോമുകുരത്തിൽ തെളിയേണമേ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡാനിഷ് മുഹമ്മദ് എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ്റെ സമയം ശരിക്കും തെളിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം സാമിയ അയ്യപ്പ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഒരു പാരഡി ഗാനമായിട്ട് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഒരു പാട്ട് പാടി വൈറലായ ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് മതപ്രകാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസും അതുപോലെ തന്നെ സൈബർ പോലീസും എല്ലാം കേസെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അയ്യപ്പ ഭക്തിഗാനം പാടാൻ വേണ്ടിയിട്ട് ഏതായാലും ആൾക്കാർ നമ്മുടെ ഡാനിഷിനെ തിരഞ്ഞു നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു പുതിയ ഒരു അയ്യപ്പ ഭക്തി ഗാനവുമായിട്ട് നമ്മുടെ ഡാനിഷ് വന്നിട്ടുണ്ട്. അതും മിനിറ്റുകൾക്കകം കൊണ്ട് തന്നെ 10,000 ആൾക്കാരാണ് അത് വീക്ഷിച്ചത് എന്നതുകൂടി നിങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു അയ്യപ്പ ഭക്തി ഗാനം വളരെ രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ആ അയ്യപ്പ ഭക്തി ഗാനം ഒന്ന് കേൾക്കാം. പുതുകുർശിക്കാവിലെ അയ്യപ്പ എൻ മനോമുകുരത്തിൽ തെളിയേണമേ. പുതുകുർശിക്കാവിലെ അയ്യപ്പ എൻ മനോമുകുരത്തിൽ തെളിയേണമേ. മമ മനതാരിൽ വിളങ്ങിടണേ മാനസ സൗഖ്യം ഏകീടണേ. മമ മനതാരിൽ വിളങ്ങിടണേ മാനസ സൗഖ്യം ഏകീടണേ. പുതുകുർശിക്കാവിലെ അയ്യപ്പ എൻ മനോമുകുരത്തിൽ തെളിയേണമേ. കലിയുഗ വരദ അയ്യപ്പ നിന്നുടെ കോമള രൂപം കാണുവാൻ മോഹം. കലിയുഗ വരദ അയ്യപ്പ നിന്നുടെ കോമള രൂപം കാണുവാൻ മോഹം. കണ്ണിമ വെട്ടാതെ നിൻ പ്രഭാപൂരത്തെ കാട്ടിത്തരേണമേ പൊന്നയ്യപ്പ. തരേണമേ പൊന്നയ്യപ്പ. പുതുകുർശിക്കാവിലെ അയ്യപ്പ എൻ മനോമുകുരത്തിൽ തെളിയേണമേ. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ അവർക്ക് പിടിച്ചു കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതാണ്ട് ഡാനിഷ് മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്. അദ്ദേഹം 4 വർഷമായിട്ട് അത്തരത്തിൽപ്പെട്ട ഫീൽഡിലാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നതും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ആ പാട്ട് പാടാനുള്ള അവസരമെല്ലാം അദ്ദേഹത്തിന് വന്നെത്തിയത്. തീർച്ചയായും ആ ഒരു പാട്ടിലൂടെയാണ് അദ്ദേഹം കേരളക്കാരെ അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ഇതാ അയ്യപ്പ ഭക്തിഗാനം എന്ന രീതിയിൽ രണ്ടാമത്തെ ഒരു പാട്ട് കൂടി അദ്ദേഹം പാടിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ പരമാവധി അദ്ദേഹം ഈ പാട്ടിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം കേരളക്കാരുടെ ഒരു മതസൗഹോദര്യം അല്ലെങ്കിൽ ഒരു മതസൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഉതകട്ടെ, അതിന് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർഗീയത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം പാട്ടുകളും അതുപോലെ തന്നെ ഇത്തരം ഐക്യങ്ങളുമെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനു മുമ്പ് എത്ര ഒരു ഐക്യം നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇതിനെ എല്ലാവരും വർഗീയ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു കൈ നീട്ടി പാട്ടിനെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ഒരു പാട്ടും നമ്മുടെ സഹോദര്യത്തിനും അതുപോലെ തന്നെ സഹവർത്തിത്വത്തിനും നമ്മുടെ സ്നേഹങ്ങൾ പങ്കിടുന്നതിനും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ
പാർട്ടിയുടെ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുന്നതിന് പകരം തീർച്ചയായിട്ടും നമ്മുടെ ഒരു സഹവർത്തിത്വത്തിനും നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹം പങ്കിടുന്നതിനുമുള്ള ഒരു ആയുധമാക്കി ഈ പാട്ടിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് ഡാനിഷ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സമയമാണിത്. ഈ ഒരു സമയത്ത് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് ഇനിയും വരട്ടെ, പാടാൻ കഴിയട്ടെ, അദ്ദേഹത്തെ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും തുറന്നു കിട്ടട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.